അത് ഇസ്രായേലിനെ കൊണ്ടേ പറ്റുള്ളൂ. ദുഷ്ടനെ കൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടാവും. എന്തുകൊണ്ട് ഇങ്ങനെ ലാഗാവുന്നത് എനിക്ക് മനസ്സിലാവും. കുറച്ച് മുമ്പേ ചെയ്തുകൂടായിരുന്നു. അല്ല, പക്ഷേ ഇസ്രായേലും ഇറാനും തമ്മിൽ അന്ന് ആക്രമണം നടന്നിട്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ കൊന്നിട്ടില്ലേ? അതന്നൊരു ഷോ കാണിച്ചതല്ലേ, അത്രേ ഉള്ളൂ. ഇവന്മാർ വേറെന്തോ ഉദ്ദേശമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിലെ ജനങ്ങൾ അവരുടെ ശത്രുവല്ല. ഇറാൻകാരോട് അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം അവരെ പണ്ട് നമുക്കെന്ന പുസ്തകം അടിമയാക്കി വെച്ചപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയത് സൈറസ് എന്ന് പറഞ്ഞ ഇറാനിയൻ രാജാവാണ്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കുറച്ചൊക്കെ അവർക്കുണ്ട്. രണ്ട് ടാക്റ്റിക്കലി അവർ അറബ് രാജ്യങ്ങൾ പെട്ടതല്ലല്ലോ ഇറാൻ, അവർ ഷിയ രാജ്യമാണ്. അപ്പോൾ ഈ ഖൊമേനി എന്നുള്ള വിഷത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നാണ് ഇറാനൊരു പ്രോബ്ലമല്ല, നമുക്കൊരു പ്രോബ്ലമല്ല. ഇറാൻ നമ്മളിത്രയും സഹായിച്ചിട്ട് നമുക്കെതിരെ പണിയുന്ന ഒരു രാജ്യമാണ് ഉള്ളിൽ കൂടെ. അതിന് കാരണം വെച്ചാൽ ഇസ്ലാമിസമാണ്. അപ്പം ഈ ഖൊമേനി മാറേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്. നാമുമായി നല്ല ബന്ധമല്ലേ ഇറാൻ? അതിന് ഉള്ളിൽ കൂടെ പണിയുന്നുണ്ട്. നമ്മളെ കാശ്മീർ തീവ്രവാദികളെ രഹസ്യമായിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഉള്ളിൽ കൂടെ പണിയുന്നത് തുർക്കിയല്ലേ? അവരും രണ്ടു കൂട്ടരും പണിയുന്നുണ്ട്. രണ്ടു കൂട്ടരും നമ്മുടെ സുഹൃത്തുക്കളാണ്. തുർക്കി അടുത്ത കാലത്താണ് ഒന്ന് പണി തുടങ്ങിയത്. മറ്റേ മുമ്പേ ഉണ്ട് പണി. അത് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാശം വിധിച്ചിട്ടുള്ളത് പിന്നെ ഈ ഇറാനിയൻ രാജാവായിരുന്ന അയാളുടെ പേര് ഒരു നസുദ്ദീൻ ഷാ എന്ന് തോന്നുന്നു. അയാളാണ് ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ നാശം വിധിച്ചത്. ഓരോരോ നാദിർ ഷാ ഓരോരോ ഡൽഹിയിൽ ഓരോരോ മഠത്തിൻ്റെ മുകളിൽ ഒരു ശവമായിരുന്നു. മുസ്ലിങ്ങളെയും കൊന്നു. അത് മുസ്ലിം സൈന്യം വലിച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.